ആത്മമിത്രം ആത്മമിത്രം. നാമം മഹത്വപ്പെടുമാറാകട്ടെ. കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. നാം യഹോവ ഭക്തിയെക്കുറിച്ചാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യഹോവ ഭക്തി സകലത്തിനും പ്രയോജനകരമായ കാര്യമാണ്. 1 തിമോഥെയോസ് 4:8. ദോഷം വിട്ടകലുവാൻ യഹോവ ഭക്തി സഹായകരമാണ്. Proverbs 8:13. യഹോവ ഭക്തി ഉള്ളവൻ തൃപ്തനായിരിക്കും, അവന് ദൃഢധൈര്യമുണ്ട്. Proverbs 19:23 and 14:26. യഹോവ എല്ലാ നല്ല ദാനങ്ങളുടെയും ഉറവിടം യഹോവ ഭക്തി തന്നെയാണ്. അത് വചനത്തിൽ കൂടി മാത്രമാണ് നമുക്ക് ലഭിക്കുക. ഇന്ന് ഒത്തൊരുമ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സങ്കീർത്തനം 133:1. സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ശുഭവും മനോഹരവുമാകുന്നു എന്ന് വചനം പറയുന്നു. വിശേഷ തൈലം സൗരഭ്യം വിതറും പോലെ അത് ദൈവപരിജ്ഞാനത്തിൻ്റെ വാസന എല്ലായിടത്തും വെളിപ്പെടുത്തുന്നതാണ്. എവിടെ ഒത്തൊരുമയുണ്ടോ അവിടെ ദൈവം അനുഗ്രഹവും ശാശ്വത ജീവിതവും കൽപ്പിച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 133. എന്നാൽ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. സങ്കീർത്തനം 68:6. ഒത്തൊരുമയില്ലായ്മ കുടുംബത്തിലായാലും സഭയിലായാലും ദേശത്തായാലും വരണ്ട അവസ്ഥയാണ് ഉണ്ടാക്കുക. ഐകമത്യം മഹാബലം എന്നാണല്ലോ ആപ്തവാക്യം. ഒത്തൊരുമയില്ലാത്തതിൻ്റെ പ്രധാന കാരണം ദൈവവചനത്തോടുള്ള മറുതലിപ്പാണ്. സ്നേഹം ഒത്തൊരുമയ്ക്കുള്ള അതിശ്രേഷ്ഠമായ മാർഗമാണ്. കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നാമും സ്നേഹിക്കണം എന്നാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. സ്നേഹത്തിൽ ദീർഘക്ഷമയുണ്ട്, ദയയുണ്ട്, സഹനശക്തിയുണ്ട്, അസൂയയില്ല, നിഗളമില്ല, ചീർപ്പില്ല, അയോഗ്യമായ നടപ്പില്ല, സ്വാർത്ഥതയില്ല, പ്രകോപനമില്ല. സ്നേഹം ഒരു നാളും തോൽക്കുന്നില്ല. 1 കൊരിന്ത്യർ 13. ദൈവസ്നേഹം എന്താണെന്ന് ലോകമറിയുവാൻ ദൈവമക്കൾ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 17:23. ആകയാൽ ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവാൻ പറഞ്ഞിരിക്കുന്നു. യൂദ 21. കൊരിന്ത്യ വിശ്വാസികളുടെ ഇടയിൽ പക്ഷം തിരിഞ്ഞ് അന്യോന്യം ഈർഷ്യവും പിണക്കവും ഉണ്ടായിരുന്നതായി കാണാം. അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നത്, നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെപ്പോലെ നടക്കുന്നവരുമല്ലയോ എന്നാണ്. ഒത്തൊരുമയില്ലായ്മ ജഡീകത്വമാണ്. ഫിലിപ്പിയിൽ പത്രോസിനോടൊപ്പം സുവിശേഷ ഘോഷണത്തിൽ പോരാടിയുന്ന 2 സഹോദരിമാർ യുവോദ്യ, സുന്തുക, അവർ തമ്മിൽ യോജിപ്പില്ലാത്ത അവസ്ഥയിലാണെന്നറിഞ്ഞ പൗലോസ് കർത്താവിൽ ഏകചിന്തയോടെ ആയിരിക്കണം എന്നവർക്ക് ബുദ്ധിയുപദേശം നൽകുന്നു. ഫിലിപ്പിയർ 4:2-3. കർത്താവിൽ ഏകചിന്തയോടെ ഇരിക്കണമെങ്കിൽ ഓരോരുത്തരും തങ്ങളുടെ സ്വയം താഴ്ത്തി വെച്ചിട്ട് ദൈവവചനത്തിന് കീഴ്പ്പെടേണ്ടിയിരിക്കുന്നു. നാം തമ്മിൽ സ്നേഹിക്കേണ്ടതിൻ്റെ അളവുകോൽ കർത്താവ് തന്നിരിക്കുന്നത് കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ എന്നതാണ്. നമ്മുടെ യോഗ്യത കണ്ടുകൊണ്ടല്ലല്ലോ കർത്താവ് നമ്മെ സ്നേഹിച്ചത്. മറ്റുള്ളവരുടെ അയോഗ്യതകൾ സാത്താൻ നമ്മുടെ മുമ്പിൽ നിരത്തും. ആ അയോഗ്യതകളെ മറികടന്ന് അവരെ സ്നേഹിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പാപികളും ചെയ്യുന്നത് പോലെ തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചതുകൊണ്ടും തങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുന്നതുകൊണ്ടും എന്ത് ഉപചാരം കിട്ടും, എന്ത് ബഹുമതി കിട്ടും എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. ലൂക്കോസ് 6:32. ലംഘനം ക്ഷമിക്കുന്നത് മനുഷ്യന് ഭൂഷണമായി പറഞ്ഞിരിക്കുന്നു. നന്മയാൽ മാത്രമേ തിന്മയെ ജയിപ്പാൻ സാധ്യമാകുകയുള്ളൂ. തിന്മയെ ജയിക്കുവാനുള്ള ഏക ആയുധം
തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുക എന്നുള്ളതാണ്. ഒത്തൊരുമ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് കുടുംബം. ഓരോ കുടുംബാംഗങ്ങളും തങ്ങളുടെ ഉത്തരവാദിത്വം ദൈവവചനത്തിൽ നിന്നും മനസ്സിലാക്കി ജീവിക്കുമ്പോൾ മാത്രമേ ഒത്തൊരുമയുടെ മാധുര്യം അനുഭവിക്കുവാൻ സാധിക്കൂ. കുടുംബത്തിൽ ഒത്തൊരുമ കാത്തു സൂക്ഷിക്കുന്നതിൽ സ്ത്രീകൾക്ക് മുഖ്യ പങ്ക് തന്നെ ഉണ്ട്. അന്യോന്യം ദൂഷിക്കുന്ന പ്രവണത മാറണം. എല്ലാ നുണയും, ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ ഇവയെല്ലാം നീക്കിക്കളയണം. 1 Peter 2:2. മനുഷ്യരുടെ ഏകാന്തതയെ അകറ്റുവാനാണല്ലോ ദൈവം കുടുംബം സ്ഥാപിച്ചത്. എന്നാൽ കുടുംബത്തിൽ ഒത്തൊരുമയില്ലാത്തത് മൂലം മക്കളും കൊച്ചുമക്കളുമൊക്കെയുള്ള സഹോദരങ്ങൾ ജീവിത സായാഹ്നത്തിൽ മക്കളുടെ സഹായം ആവശ്യമുള്ള സമയത്ത് ഏകാന്തത അനുഭവിച്ചു കഴിയുന്ന ദുസ്ഥിതി ധാരാളമായി ഇക്കാലങ്ങളിൽ കണ്ടുവരുന്നു. ഇന്നത്തെ യൗവനക്കാർക്ക് അണുകുടുംബമാണ് പ്രിയം. എന്നാൽ തങ്ങളും വാർദ്ധക്യത്തിന് അധീനരാണ് എന്ന കാര്യം ഓർക്കുന്നത് ഗുണം ചെയ്യും. മേലാൽ അമ്മയപ്പന്മാർക്ക് ഒന്നും ചെയ്യേണ്ടതില്ല എന്ന ചിന്താഗതിക്കാരെ കണ്ടുകൊണ്ട് കപടഭക്തിക്കാരെ, ദൈവവചനം ദുർബലമാക്കുന്നവരെ എന്ന് വിളിച്ചു കർത്താവ് ഭത്സിക്കുന്നു. മത്തായി 15:3-9 വരെ, മർക്കോസ് 7:6-13 വരെ. മാതാപിതാക്കൾക്ക് വേണ്ടത് ചെയ്യാതെ തങ്ങൾ തന്നെ നിർമ്മലരായി തോന്നുന്ന തലമുറയെ അശുദ്ധി കഴുകിക്കളയാത്ത തലമുറയായി പറഞ്ഞിരിക്കുന്നു. മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ചുകൊണ്ട് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കണം. അവരെ നിന്ദിക്കരുത്. വചനത്തിന് എതിരായി മത്സരിച്ച് ഭവനങ്ങളിൽ ഭവനങ്ങളിൽ മാത്രമല്ല സഭയിലും വരണ്ട അവസ്ഥ സംജാതമാകുവാൻ ഇടവരുത്താതിരിപ്പാൻ നമുക്കേവർക്കും ശ്രദ്ധിക്കാം.